അമേരിക്കയുടെ അധിക തീരുവ നിലവിൽ വന്നതോടെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഡോളറിനെതിരെ മൂല്യം 88.29 ഇടിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 88ലേക്ക് ഇടിയുന്നത്. ഇന്നിപ്പോൾ വ്യാപാരം തുടങ്ങുമ്പോൾ അത് ഒരു ഡോളറിന് 87.69 പൈസ എന്ന നിലയിലേക്ക് 87 രൂപ 69 പൈസ എന്ന നിലയിലായിരുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യം. അത് പിന്നീട് 88 കടന്ന് 88.29 88 രൂപ 29 പൈസ എന്ന നിലയിലേക്ക് ആ മൂല്യം ഇടിഞ്ഞു. പിന്നീട് RBI കുറച്ച് കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെയാണ് മൂല്യം പിന്നീട് ഒരല്പം മെച്ചപ്പെട്ട് 88.12ലേക്ക് എത്തിയത്. ഡോളർ കാര്യമായി RBI ഇന്ന് വിറ്റഴിച്ചതാണ്. ഡോളറിനെതിരെ ഇന്ത്യയുടെ പ്രകടനം കുറച്ചൊന്ന് മെച്ചപ്പെട്ട് വരാനുള്ള കാരണം വലിയ തകർച്ചയിൽ നിന്ന് കുറച്ചൊന്ന് ഭേദപ്പെട്ട നിലയിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞത് ഡോളർ വലിയ തോതിൽ വിറ്റഴിച്ചതാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് അത് പലതരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കയറ്റുമതി മേഖലയ്ക്ക് യഥാർത്ഥത്തിൽ ഡോളറിനെതിരെ മൂല്യം ഇടിയുമ്പോൾ അത് വലിയ നേട്ടം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ട്രംപിന്റെ വ്യാപാര നയം 50% നികുതി ചുമത്തിയ നയത്തിലൂടെ ആ നേട്ടം നമുക്ക് ഇല്ലാതാവുന്നു. അതേസമയം ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്കൊക്കെ തന്നെ ഇനിയിപ്പോൾ അധിക വില നൽകേണ്ടി വരും. അത് രാജ്യത്ത് പണപ്പെരുപ്പം അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അതേസമയം വിദേശത്തുള്ള ആളുകൾക്ക് കേരളത്തിലേക്ക് അടക്കം പൈസ അയക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു നേട്ടം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യകാലത്തിൽ ഈ ഒരു മൂല്യം ഇടിയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ശുഭകരമായ ഒരു കാര്യമല്ല.